പൊന്നാനി നഗരസഭയിലെ 48-ാം വാർഡ് CPM കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SLC+2 വിജയികളെ അനുമോദിച്ചു. സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. 2025-26 വർഷത്തെ SSLC+2 വിജയികൾക്കാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. CPM ആനപ്പടി ബ്രാഞ്ച് സെക്രട്ടറി U അജീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ CPM ആനപ്പടി സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി A അലി സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PK കലിമുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ CV സുധ വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. CPM ലോക്കൽ സെന്റർ ശിവദാസ് ആറ്റുപുറം ആശംസകൾ നേർന്നു. K കുഞ്ഞിമുഹമ്മദ് നന്ദി പറഞ്ഞു. നിങ്ങളൊക്കെ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാണ്. നിങ്ങൾ നല്ല രാഷ്ട്രീയ ബോധവും ദേശീയ ബോധവും അതുപോലെ തന്നെ സാമൂഹ്യ ബോധവും എല്ലാം ഉള്ള കുട്ടികളായിട്ട് മാറണം. അതുപോലെ തന്നെ നമ്മുടെ ഏത് വിജയത്തിനെത്തുമ്പോഴും എത്ര അറിവുള്ളവരായിരിക്കുമ്പോഴും നമ്മളെന്താണ് ഏറ്റവും താഴ്ന്ന നിലയിൽ ചിന്തിക്കുകയും അതുപോലെ തന്നെ നമ്മോടൊപ്പമുള്ള സഹജീവികളോട് നല്ല രീതിയിൽ അവരുടെ പ്രയാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ സഹായിക്കുന്ന രീതിയിലേക്ക് കൂടി നമ്മൾ ഓരോരുത്തരും മാറണം. എന്നാലല്ലേ നമ്മളുടെ പ്രദേശത്തെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ മാത്രം വലുതായാൽ മതിയോ? അതുപോലെ അപ്പോൾ നിങ്ങൾ എന്താണ് നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളോട് അനുകമ്പയും സ്നേഹവും ഉള്ളവരായിട്ട് മാറണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഒരു വിജയം കൈവരിക്കുമ്പോൾ നിങ്ങളെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാവും നിങ്ങൾ ഈ വിജയത്തിലെത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും ഒരുപാട് കഠിന പ്രയത്നത്തിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വിജയിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് താങ്ങായും തണലായും മാറുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിച്ഛ കുട്ടികൾക്ക് എടുക്കാൻ കഴിയേണ്ടതുണ്ട്. നന്നായി കളിക്കൊക്കെ വേണം, തമാശ പറയണം, ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏകദേശം 17 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മെഡിക്കലിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്. അത് ഇന്ത്യയിലാകെ 17 ലക്ഷം കുട്ടികൾ എഴുതി. ആ പരീക്ഷ എഴുതാൻ പോകുന്ന തലേനാൾ തന്നെ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയും അതിന് ഉത്തരവും ചോദ്യവും കുട്ടികൾക്ക് കിട്ടുകയാണ്. നമ്മൾ ആലോചിക്കണം, ഇത് സാധാരണ സ്കൂളിൽ നടത്തുന്ന പരീക്ഷയല്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷാ സമ്പ്രദായം തന്നെ ഇങ്ങനെ പ്രയാസപ്പെടുന്ന രൂപത്തിലേക്ക് മാറി.